വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാട്സപ്പ് CRM അപ്ഡേഷനെ കുറിച്ചാണ്. വാട്സപ്പ് CRM എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. അതിനു മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വാട്സപ്പ് CRM എന്ന് പറയുന്നത് ഒരു അൺഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് വരുന്ന സമയത്ത് നിങ്ങളുടെ വാട്സപ്പ് CRM ഭാഗത്തും അപ്ഡേഷൻസ് വരുത്തണം. ഈ അപ്ഡേഷൻ വരുത്താൻ ചില സമയങ്ങളിൽ വാട്സപ്പിൻ്റെ അപ്ഡേഷൻസ് കഴിഞ്ഞതിന് ശേഷം റീപ്രോഗ്രാം ചെയ്ത് കുറച്ച് സമയം പിടിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനോടും നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഈ അപ്ഡേഷൻ സമയത്ത് ചില ഫീച്ചേഴ്സ് വർക്ക് ചെയ്യത്തില്ല. ആ സമയം വരെ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ അപ്ഡേഷൻ ചെയ്യാമെന്ന് നോക്കാം. അപ്ഡേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു എക്സ്റ്റൻഷൻ വഴിയാണ് നമ്മൾ ഇത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്തിട്ട് എക്സ്റ്റൻഷൻ ഫയൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫങ്ഷൻസിൽ പോയിട്ട് നിങ്ങൾ ഡാറ്റ സേഫ് ആക്കി വെക്കണം. നിങ്ങൾ ഓൾറെഡി ചെയ്ത ഡാറ്റകളെല്ലാം നിങ്ങൾ ചിലപ്പോൾ ടെംപ്ലേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചാറ്റ് ബോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത്തരം ഡാറ്റാസൊക്കെ നമുക്ക് രണ്ടാമതും ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് നിലവിലുള്ള ഡാറ്റാസിനെ ബാക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസിൽ പോയിട്ട് ഫങ്ഷൻസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ഡാറ്റ കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ഡാറ്റ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഡാറ്റാസാണ് വേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട ഡാറ്റാസ് വേണമെങ്കിൽ അതും ഒഴിവാക്കാം. ഇത്തരം എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ്സിൽ ഒരു ടെക്സ്റ്റ് ഫയലായിരിക്കും ഇത് കിട്ടുക. ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഫയലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ടെക്സ്റ്റ് ഫയൽ നിങ്ങൾ മാറ്റി വെക്കുക. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഗൂഗിളിലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാനേജ് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം റിമൂവ് എക്സ്റ്റൻഷൻ EBC ഡിജിറ്റലിൻ്റെ CRM പഴയ അപ്ഡേഷൻ ആയിട്ടുള്ള അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യുക. ഓക്കെ, എന്നതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ എക്സ്റ്റൻഷൻ ഫയൽ നമുക്ക് സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്ട്രാക്റ്റ് എന്ന എക്സ്ട്രാക്റ്റ് എന്ന ഫയൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ എക്സ്ട്രാക്റ്റ് ഫയൽ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ എക്സ്റ്റൻഷൻ ഫയലിലേക്ക് വന്നിട്ട് ഡെവലപ്പർ മോഡ് ഓൺ ആണെന്ന് ചെക്ക് ചെയ്യുക. ഇതിന് ശേഷം ലോഡ് ആൻഡ് പാക്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ആഡ് ചെയ്യുക. എക്സ്റ്റൻഷനിൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതർ ഫങ്ഷൻസിൽ പോയിട്ട് നേരത്തെ ഡാറ്റ ബാക്കപ്പ് എടുത്ത ഫയൽ അതർ ഫങ്ഷൻസിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് CRM ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും സ്റ്റക്ക് ആവുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് കീ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്ന ലൈസൻസ് കീ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.